സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണ്. കേരളത്തിന്റെ ഭാവി ചരിത്രത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളുടെ ചർച്ചകൾക്ക് ശേഷമാണ് ഈ പദ്ധതിക്ക് അവസാന രൂപം നൽകിയിട്ടുള്ളത്. കേരളത്തിന്റെ വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇതേറെക്കാലമായി പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ സർക്കാർ ചുമതലയെടുത്തതിന് ശേഷം എല്ലാ വ്യവസായ സംഘടനകളുടെ പ്രതിനിധികളുമായി അവരെന്താണ് ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ടീമായി തന്നെ എല്ലാ ജില്ലകളിലേക്കും പോയി. ആ ജില്ലകളിലെ ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചു. അവരുടെ മുൻപിലും what do you expect from the government for attracting more investment and creating more employment opportunities? ഈ ചോദ്യം അവരോടും ചോദിച്ചു. അവരെ അഭിമുഖീകരിക്കുന്ന പ്രായോഗികമായ കുറേയേറെ പ്രശ്നങ്ങൾ ഈ ചർച്ചകളിലൂടെ ഞങ്ങളുടെ മുൻപിലേക്ക് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പ് ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചു. നുവാൽസിന്റെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ KC സണ്ണി അധ്യക്ഷനായ ഒരു കമ്മിറ്റി നിയമങ്ങളിലും ചട്ടങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ആ കമ്മിറ്റി അതിവേഗത്തിൽ തന്നെ അവരുടെ ശുപാർശകൾ സമർപ്പിച്ചു. വ്യവസായ വകുപ്പ് അതിനെ ആധാരമാക്കി, ശുപാർശകൾ ആധാരമാക്കി പുറപ്പെടുവിക്കേണ്ട ഉത്തരവുകൾ, ചട്ട ഭേദഗതികളെല്ലാം തന്നെ നടപ്പിൽ വരുത്തി. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ ഭേദഗതികൾ അത് അവസാന രൂപത്തിലാണ്. മിക്കവാറും അടുത്ത സമ്മേളനത്തോടുകൂടി, അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും ആ ഭേദഗതികളും വരുത്താൻ കഴിയുമെന്ന് കണക്കാക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം വന്നിരുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. ഭൂമിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി. ഉള്ള ഭൂമിയുടെ അളവ് കുറവാണ്. അതിന് ഒത്തിരിയേറെ നിയന്ത്രണങ്ങളുണ്ട്. CRZ, വെറ്റ്ലാൻഡ്, അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ഗട്ട് റെഗുലേഷൻ, ഇതുകൂടെ രാംസാർ, കൂടാതെ ഫോറസ്റ്റ് ഏരിയ കൂടുതലാണ്, പട്ടയത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ സങ്കീർണമായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവൈലബിൾ ആയ ലാൻഡിൽ തന്നെ ഉണ്ട്. പിന്നെ വ്യവസായ പാർക്കുകളിൽ നൽകിയിട്ടുള്ള, വ്യവസായ എസ്റ്റേറ്റുകളിൽ നൽകിയിട്ടുള്ള ലാൻഡ്, അതിന്റെ ചട്ടങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. അതുകൊണ്ട് ഒന്ന് പൂട്ടിയാൽ പിന്നെ കേസ് തന്നെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരു 10-50 വർഷക്കാലമായി ഇതിനകത്ത് മാറ്റം വരുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടാറുണ്ട് എന്ന് ഞങ്ങളുടെ ഈ ചർച്ചകളിലൂടെ ഉയർന്നു വരികയുണ്ടായി. അതിനെ തുടർന്ന് ലാൻഡ് അലോട്ട്മെന്റ് പോളിസി അംഗീകരിച്ചു. നിലവിലുള്ള റൂള് റവന്യൂവുമായി ചർച്ച ചെയ്ത് റവന്യൂവിന്റെ കൂടി അംഗീകാരത്തോടെ റവന്യൂവിനെ കൊണ്ട് തന്നെ, നേരത്തെ ഇൻഡസ്ട്രീസ് കുറച്ച് ചട്ടങ്ങൾ ഇറക്കിയിരുന്നു, പക്ഷെ ഭൂമി റവന്യൂവിന്റെ അവരുടെ ജൂറിസ്ഡിക്ഷനിലാണ് എന്നതുകൊണ്ട് അത് നടപ്പിൽ വരുത്തുന്നതിൽ ഒത്തിരിയേറെ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ റവന്യൂ തന്നെ ഞങ്ങളുമായി ചർച്ചയിൽ ധാരണയിലെത്തിയ കാര്യങ്ങളിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി. അത് വലിയ വന്നത്. അതിനെ തുടർന്ന് കിൻഫ്ര KSIDC അതും ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ ആഴ്ച തന്നെ
അതിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അവൈലബിൾ ആയ പാർക്കിലും എസ്റ്റേറ്റിലുമുള്ള സിഡ്കോയുടെയും അതിന്റെ ഭാഗമായി തന്നെ DIC അതിനെയാണ് അവരും ഫോളോ ചെയ്യുന്നത്. 4 സ്ഥലങ്ങളിലുള്ള ലാൻഡ് അലോട്ട്മെന്റ് സംബന്ധിച്ചുള്ള സങ്കീർണതകളെല്ലാം അവസാനിപ്പിച്ചു. എന്നാലും നമുക്ക് ലാൻഡ് പോരാ. പിന്നെ ഗവൺമെന്റ് ഇപ്പൊ അക്വയർ ചെയ്തെടുക്കുന്ന വേണ്ടി വരുന്ന ചെലവും ഡെവലപ്മെന്റ് കോസ്റ്റും അത് ഈടാക്കി ഒരു സംരംഭകന് ലാൻഡ് നൽകിയാൽ അത്രയും ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രി വൈബിൾ ആവില്ല. അപ്പൊ അതുകൂടി കണക്കിലെടുത്തിട്ടാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഒരു പുതിയ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ അവതരിപ്പിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 27 പാർക്കുകൾക്ക് കേരളത്തിൽ പ്രൈവറ്റ് പാർക്കുകൾക്ക് അംഗീകാരം നൽകാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. 27 പാർക്കുകൾ. അപ്പൊ അതെല്ലാ ജില്ലയിലും ആ പാർക്കുകൾ ഇപ്പൊ 2 ഉദ്ഘാടനം എല്ലാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വ്യവസായ മേഖലയിലെ തർക്കങ്ങൾ, പരിശോധനകൾ, ഇതായിരുന്നു ഞങ്ങൾ ഈ ഇന്ററാക്ഷൻ വന്ന ഒരു പ്രശ്നം. മിന്നൽ പരിശോധനകൾ വരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം തോന്നിയാൽ അപ്പോൾ ഒരു പരിശോധന വരും. 50 കോടി രൂപ വരെയുള്ളതിന് ഈ പുതിയ നമ്മുടെ ഓൺലൈൻ സംവിധാനം വന്നിട്ടില്ല. പഴയ പോലെ നിൽക്കുകയാണ്. 10 കോടി രൂപ വരെയുള്ളൂ. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. K-SWIFT 3 വർഷം വരെ വ്യവസായം നടത്താനുള്ള അനുമതി K-SWIFT വഴി അത് 50 കോടി രൂപ വരെയുള്ള MSME ഡെഫിനിഷൻ പൂർണ്ണമായി അതിന് ബാധകമാക്കി. എന്നാൽ അഫിഡാവിറ്റ് വേണം, നിയമാനുസൃതമായിരിക്കണം എന്ന് അവർ ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ലൈസൻസ് ഇല്ലാതെ അവർക്ക് തുടർച്ചയിലും 3 വർഷം കഴിഞ്ഞാൽ ലൈസൻസ് നേടിയും പ്രവർത്തിക്കാൻ കഴിയും. 50 കോടി കഴിഞ്ഞാലോ, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലോ, അതിന് നിയമസഭ ഒരു നിയമം പാസാക്കി. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി 50 കോടിക്ക് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എല്ലാ രേഖകളെയും അടിസ്ഥാനപ്പെടുത്തി ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ വിത്തിൻ 7 days ഒരു കോമ്പോസിറ്റ് ലൈസൻസ് കൊടുക്കണം എന്ന നിയമവും കേരളം പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻസ്പെക്ഷൻ എങ്ങനെയായിരിക്കണം? ഓരോരുത്തർക്കും ഒരു ഉദ്യോഗസ്ഥൻ തോന്നിയാൽ മതി, അപ്പോ നേരെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് എന്താ കണ്ടെത്തിയേ അതറിയണമെങ്കിൽ പിന്നെയും കയറി ഇറങ്ങണം ഓഫീസ്. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായില്ല. ഞങ്ങൾ ആ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാനില്ല. നമ്മൾ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? വിവാദത്തിൽ പോയി അങ്ങോട്ട് പ്രതികരിച്ച് നമ്മുടെ ഊർജ്ജം കളയണ്ട. നമുക്ക് തിരുത്തേണ്ടതുണ്ടോ? അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇൻസ്പെക്ഷൻ സംവിധാനം സബ്ജക്റ്റീവായ ഫാക്ടറുകളാൽ നിയന്ത്രിക്കപ്പെടാൻ പാടില്ല. ഓരോരുത്തരുടെ ആത്മനിഷ്ഠമാകാൻ പാടില്ല. അവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള KSIS, കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം, എല്ലാ വകുപ്പും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ സിസ്റ്റം തീരുമാനിക്കുക ഏത് ഉദ്യോഗസ്ഥൻ എവിടെ പോകണം. അവിടെ പോയി പരിശോധന കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ കൊടുക്കണം. ചിലപ്പോൾ പരാതി ഉണ്ടാവും, പരാതിക്കാരനും അറിയണം ഇവിടെ പൊല്യൂഷൻ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ബോർഡ് നടത്തിയ ഇൻസ്പെക്ഷൻ അവരും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. കമ്പനി ഓണർക്കും റിപ്പോർട്ട് 48 മണിക്കൂറിൽ കൊടുക്കണം. പിന്നെ ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഒരു സവിശേഷ സിദ്ധിയുള്ളവരുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റാൽ ഈ പരാതി എഴുതൽ തന്നെയാണ് അവർ പ്രധാന ജോലി. അപ്പൊ ഒരു കമ്പനിക്ക് തുടർച്ചയായി പരാതി വരികയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എന്ന സിസ്റ്റം പറയും ഇത് 2 മാസം മുമ്പ് പോയി പരിശോധിച്ചാണ്, കുഴപ്പമില്ല, അപ്പൊ പിന്നെ പോണ്ട. അപ്പൊ അങ്ങനെ ഒരു KSIS, കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം നമ്മൾ നടപ്പിലാക്കി. ഇപ്പൊ നല്ല മാറ്റം അതിന്റെ ഭാഗമായി വന്നു. ലാൻഡ് അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ വന്നു, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നു, KSIS വന്നു. പിന്നെ ഒരു പരാതി എങ്ങനെ പരിഹരിക്കാം? ഇപ്പൊ കറണ്ട് കട്ട് ചെയ്താൽ തന്നെ മന്ത്രിയെ തന്നെ വിളിക്കണമെന്നാണ് നമ്മുടെ ആൾ കരുതുന്നത്, എന്നാലേ രക്ഷയുള്ളൂ. എന്നാൽ വ്യവസായ മന്ത്രിക്ക് KICBയിൽ ഒരു അധികാരമില്ല. മന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കാനേ പറ്റില്ല ഇത് പരിഹരിക്കണം. അല്ലെ പഞ്ചായത്തിന് ലൈസൻസ് കിട്ടിയില്ല, അപ്പോഴും എനിക്കായിരിക്കും പരാതി വരാം. വ്യവസായ മന്ത്രിയുടെ അധികാരം എന്നുള്ളത് വ്യവസായം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ഷേപങ്ങൾ കേൾക്കുകയും എല്ലാ പരാതികളും ബന്ധപ്പെട്ട വകുപ്പുകൾ കൈമാറലുമാണ്. വേറെ അധികാരമൊന്നുമില്ല. കാരണം എല്ലാ ലൈസൻസും മറ്റു വകുപ്പുകളാണ്. പഞ്ചായത്ത് കൊടുക്കണം, KICB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വേറെ വകുപ്പാണ്, മുഖ്യമന്ത്രിയുടെയാണ്. ഫയർ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അങ്ങനെ എല്ലാം ലീഗൽ മെട്രോളജി മറ്റൊരു വകുപ്പാണ്. എല്ലാം മറ്റു വകുപ്പുകൾ. ഞങ്ങളുടെ വകുപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ കൊടുക്കാം, പിന്നെ ഈ ആക്ഷേപങ്ങൾ കേൾക്കാമെന്നാണ് പൊതു അധികാരം. അപ്പൊ ആര് തീരുമാനം എടുക്കും? അതിന് നിയമസഭ ഒരു പുതിയ നിയമം പാസാക്കി, സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം. പരാതി ആ കമ്മിറ്റി കൊടുത്താൽ 30 ദിവസത്തിനകം കമ്മിറ്റി തീരുമാനം എടുക്കണം. കമ്മിറ്റി എല്ലാ വകുപ്പുകളുടെയും ആളുകൾ ചേരുന്നതാണ്. ആ തീരുമാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 15 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം.
16ാമത്തെ ദിവസമായാൽ ഉദ്യോഗസ്ഥന് ഫൈൻ ഈടാക്കാം. അങ്ങനെയാണ് നിയമസഭ വിവരാവകാശ നിയമം രാജ്യത്തെ നിയമമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം വ്യവസായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതി പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥന് പിഴ ഈടാക്കാൻ. സാധാരണ ഞങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ ഫൈൻ ഈടാക്കാനാണ് നിയമസഭ നിയമം പാസ്സാക്കാറ്. ആദ്യമായിട്ട് ഉദ്യോഗസ്ഥരെ ഫൈൻ ഈടാക്കാനുള്ള നിയമം കേരള നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ ലീഗലായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു, ഭൂമിയുടെ കാര്യത്തിൽ സ്റ്റെപ്പ് എടുത്തു. അതിന്റെയൊക്കെ തുടർച്ചയിൽ ഞങ്ങൾ നേരെ ഇൻഡസ്ട്രിയൽ പോളിസി 2023 നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കുറവുകളും തിരിച്ചറിഞ്ഞ് നമുക്ക് എന്തൊക്കെ വ്യവസായം പറ്റും. ഇപ്പൊ വലിയൊരു ഗാർമെന്റ് ഫാക്ടറി നമുക്ക് സാധ്യമാവില്ല, കാരണം അത്രയും സ്ഥലം വേണം. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ മൈഗ്രന്റ് ലേബർ ആയിരിക്കും. നമ്മുടെ ചെറുപ്പക്കാരെ അവിടെ ജോലി ചെയ്യാൻ തയ്യാറാവില്ല. പിന്നെ പൊല്യൂഷൻ പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ ഇപ്പോ BMW വന്ന് എന്തുകൊണ്ട് പോയി? ഹർത്താലൊന്നും ആയിരുന്നില്ല അവരുടെ കാരണം. അവർക്ക് പോർട്ടിനോട് ചേർന്ന് സ്ഥലം കിട്ടിയില്ല. അപ്പൊ അതിന്റെ ആളുകൾ തന്നെ പറഞ്ഞിട്ട്, കാരണം അവർ പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങളിൽ ഫാക്ടറിയിൽ നിന്ന് കപ്പലിലേക്ക് കാറ് കയറ്റി കൊണ്ടുപോകുമ്പോ 100 കാറിൽ 95 അവിടെ എത്തിയാൽ നല്ലതെന്ന് കരുതുന്ന രാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹർത്താലൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു അന്ന്. ഇപ്പൊ ആ പ്രശ്നവും അങ്ങനെ കേരളത്തിൽ നിൽക്കുന്നില്ല. നമുക്കൊരു 1000 ഏക്കർ ഭൂമി വേണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു 100 ഏക്കർ ഭൂമി നമ്മൾ എടുക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു 500 പേരായിട്ട് ചർച്ച ചെയ്യണം. ഇപ്പൊ തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത് അല്ലെങ്കിൽ UP ഒരു 1000 ഏക്കർ 2 പേരോട് സംസാരിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. കാരണം അതാണ് ഭൂമിയുടെ. അപ്പൊ നമുക്ക് അത്രയും വലിയ ഇൻഡസ്ട്രി പറ്റില്ല. 22 നമ്മുടെ ഗുണം എന്താ? ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്. നല്ല ചെറുപ്പം, നല്ല രീതിയിലുള്ള സ്കില്ലായിട്ടുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. 139 രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട്. നേരത്തെ ആളുകൾ പോയിരുന്നത് സ്റ്റെനോഗ്രഫി, സിലോൺ, മുംബൈ, പിന്നെ ഗൾഫ് എന്നപ്പോൾ അൺസ്കിൽഡ്. ഇപ്പൊ നമ്മുടെ യാത്രാ സ്ഥലങ്ങൾ മാറി. യൂറോപ്പ്, അമേരിക്ക, അവിടെ എല്ലാം ഹൈലി വൈറ്റ് കോളർ. ഗൾഫിൽ പോകുന്നതും ഇപ്പൊ വേറെ ജോലി, പഴയ ജോലിയല്ല, കുറെ കൂടി വൈറ്റ് കോളർ ജോബ്സ് ആണ്. നമ്മുടെ അടിസ്ഥാനം നോളജ് ആണ്. അതുകൊണ്ട് കേരളം നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിക്കാണ് സാധ്യത. അപ്പൊ ഇങ്ങനെ 22 പ്രയോറിറ്റി സെക്ടർ, AI, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഗ്രഫീൻ, ടൂറിസം, ഇങ്ങനെയുള്ള ഈ ഫുഡ് ടെക്നോളജി, സ്പേസ്, ഡിഫൻസ്, ഇതെല്ലാം നമുക്ക് സാധ്യതയുള്ളതാണ്. അങ്ങനെ 22 പ്രയോറിറ്റി സെക്ടറുകൾ നിശ്ചയിച്ചു. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ പ്രഖ്യാപിച്ചു. അതിന്റെ തുടർച്ചയിൽ മറ്റ് പോളിസികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രഫീൻ പോളിസി, ESG, എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ്, പുതിയ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ടാണ്. അപ്പൊ അതിൽ കേരളത്തിൽ ഒത്തിരി സാധ്യതയുണ്ട്. ESG പോളിസി നമ്മളിപ്പോ വിശദപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഹൈടെക് മാനുഫാക്ചറിങ്, നമ്മുടെ വലിയ സാധ്യത അതിനകത്തുണ്ട്. ഹൈടെക് മാനുഫാക്ചറിങ് പോളിസി, എക്സ്പോർട്ട് പോളിസി, നമുക്ക് എക്സ്പോർട്ടിന് വലിയ സാധ്യതയുണ്ട്. ലോജിസ്റ്റിക്, നമ്മൾ ജനങ്ങൾക്ക് 20% സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കൂട്ടണം. ഇന്ത്യയുടെ ലോജിസ്റ്റിക് പോളിസി. ഇങ്ങനെ പുതിയ പോളിസികൾ ഇപ്പൊ നമ്മൾ ഫൈനലൈസ് ചെയ്യണം. അതിന്റെ ഭാഗമായി കോൺക്ലേവുകൾ, റൗണ്ട് ടേബിളുകൾ, റോഡ് ഷോകൾ. അതിലൊന്നാണ് ഇപ്പോ ജനറേറ്റീവ് AI കോൺക്ലേവ് നമ്മൾ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. വളരെ വിജയകരമായിരുന്നു. 27 വയസ്സാണ് പങ്കെടുത്തവരുടെ ശരാശരി പ്രായം, 27 വയസ്സ്. ഇനിയിപ്പോ നമ്മൾ ഓഗസ്റ്റ് 24 ഇന്റർനാഷണൽ റോബോട്ടിക് റൗണ്ട് ടേബിൾ, കോൺക്ലേവ് അല്ല, റൗണ്ട് ടേബിൾ, ഒരു 10-100 പേര് പങ്കെടുക്കുന്ന എക്സ്പെർട്സ്, അതുപോലെ റിസർച്ചേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, ഇവരിൽ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ റോബോട്ടിക് റൗണ്ട് ടേബിൾ ഓഗസ്റ്റ് 24. പിന്നെ ഒരു 11 റൗണ്ട് ടേബിളുകൾ കൂടി അതിന് തുടർച്ചയിൽ, മൊത്തം 12 റൗണ്ട് ടേബിളുകൾ. ഓഗസ്റ്റ് 8, 9 അല്ലെ ചെന്നൈയിൽ നമ്മുടെ റോഡ് ഷോ ഇൻവെസ്റ്റേഴ്സ് വെച്ചിട്ട്. പിന്നെ ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി, 3 സ്ഥലങ്ങൾ കൂടി നമുക്ക് റോഡ് ഷോ. പിന്നെ ഖത്തർ, ദുബായ്. ഇപ്പോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. അതിന്റെ തുടർച്ചയിൽ ജനുവരി മധ്യത്തിൽ കൊച്ചിയിൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. നമ്മൾ നേരെ വലിയൊരു കോലാഹലം നടത്തി ഇത്ര ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. വി ആർ റെഡി, സജ്ജമാണ്. നിങ്ങൾക്ക് ആരെയും ജോലിക്ക് എടുക്കാം. സംവരണം നമുക്ക് മലയാളികൾക്ക് തൊഴിലിന് വേണ്ട. മറ്റ് ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. മറ്റ് നമുക്ക് സ്കില്ലുണ്ട്. കോമ്പറ്റീഷനിൽ തന്നെ നമ്മുടെ മലയാളികൾക്ക് കിട്ടേണ്ട അർഹമായതെല്ലാം കിട്ടിക്കോളും. പിന്നെ നമ്മൾ ഇപ്പൊ 14 മണിക്കൂർ ജോലി, 16 മണിക്കൂർ ജോലി ഇവിടെ ചെയ്യണ്ട. കേരളത്തിൽ
നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ മിക്കവാറും ജോലി സമയം കുറയാനാണ് സാധ്യത. പിന്നെ ഫ്ലെക്സി പ്ലേസ്, ഫ്ലെക്സി ടൈം. ഞങ്ങൾ പറഞ്ഞു വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം കേരള. ഇപ്പൊ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണെങ്കിൽ 3-4 മാസം ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി വീട്ടിലിരിക്കണം. അപ്പോൾ ഡെസ്പിറേഷൻ, ഫ്രസ്ട്രേഷൻ, പല പ്രശ്നങ്ങൾ വരും. കേരളത്തിൽ 24 മണിക്കൂർ 360 ദിവസം ജോലി ചെയ്യാം. നല്ല കാലാവസ്ഥ, മനോഹരമായ അന്തരീക്ഷം. വർക്ക് ഫ്രം കേരള ഒരു പുതിയ കോൺസെപ്റ്റ്. റിവേഴ്സ് മൈഗ്രേഷൻ. ഇപ്പൊ IBM തന്നെ 100 പേര് 2000 പേരെടുത്തു. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കിയപ്പോ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞല്ലോ, കണക്ടിങ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്. അതൊരു പ്രശ്നമാണ്, നമുക്ക് കുറവാണ്. കോളേജ് പഠിപ്പിക്കുന്നതിൽ നമ്മുടെ സ്കില്ല്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടെങ്കിലും നമ്മുടെ പഠനവും സ്കില്ലും തമ്മിൽ ഗ്യാപ്പുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഇയോൺ മസ്കിനൊക്കെ ബന്ധപ്പെട്ട ഡെവലപ്പ് ചെയ്യുന്ന മലയാളി ഫൗണ്ടറായിട്ടുള്ള സ്ഥാപനം ഇപ്പൊ കേരളത്തിൽ ഞാൻ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകണം. ഈ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അപ്പൊ അവർ പറഞ്ഞ സ്കില്ല് ഉള്ള ആൾ നമുക്ക് അത്ര കിട്ടുന്നില്ല. അപ്പൊ അതെങ്ങനെ? അത് നമ്മൾ നമ്മുടെ അസാബ് പോലുള്ള സ്ഥാപനങ്ങൾ, നിങ്ങൾക്ക് എന്ത് സ്കില്ല് വേണോ അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കോഴ്സ് നടത്തുകയാണ്. ആ സ്കില്ലിന്റെ ഗ്യാപ്പ് നമ്മൾ പരിഹരിക്കുന്നു. പിന്നെ കോളേജുകളിൽ സ്റ്റാർട്ടപ്പുകൾ, ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റർ സംവിധാനങ്ങൾ. നമ്മുടെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട്. മേക്കർ വില്ലേജ് നല്ല രീതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം KTUവിന്റെ പരിപാടി, ഞാൻ മേക്കർ വില്ലേജിൽ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റിയും സ്റ്റാർട്ടപ്പുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നുണ്ട്. അപ്പോ നല്ല രീതിയിൽ നമ്മുടെ ക്യാമ്പസുകൾ മാറുകയാണ്. ക്യാമ്പസിൽ ഇൻഡസ്ട്രി വരുന്നു, ഇൻഡസ്ട്രികളുടെ പ്രൊജക്ടുകൾ വരുന്നു. ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം ഒപ്പിട്ട് ആരംഭിക്കുന്ന ഒരു സെന്റർ, സിന്തറ്റിക് ബയോളജി, സെന്റർ ഓഫ് എക്സലൻസ് ഓൺ സിന്തറ്റിക് ബയോളജി. സിന്തേറ്റ് ഗ്രൂപ്പാണ്. 20 കോടിയാണ് അവര് അതിനുവേണ്ടി യൂണിവേഴ്സിറ്റിയിൽ മുടക്കുന്നത്. ഇപ്പോ പ്രൈവറ്റ് ഇതിന് രാജഗിരി, ഞാൻ തന്നെ അവിടെ ഉദ്ഘാടനത്തിന് പോയി. നമ്മുടെ അക്കാപ്പെ ഗ്രൂപ്പ് അവരവിടെ സെന്റർ നടത്തുന്നു. അവരുടെ കോഴ്സും അവരുടെ സിലബസ്, അവരുടെ താല്പര്യത്തിന്, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കോഴ്സ് നടത്തുന്നു. ഇലക്ട്രോൺ കുസാറ്റുമായിട്ട്, NPOയിൽ കുസാറ്റുമായിട്ട് MOU പോയിച്ചു. ജിയോജിത്ത് അവര് കുസാറ്റിൽ സെന്റർ തുടങ്ങി. ഞാനിപ്പോ നോക്കുമ്പോ ന്യൂട്രോസ്യൂട്ടിക്കൽസിൽ MG യൂണിവേഴ്സിറ്റി 4 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ട് MOU വെച്ച് അവർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ചിലര് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നു. ഇപ്പൊ നാനോ ഫെർട്ടിലൈസർ MGUവിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോ അങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം. ലോകത്ത് ചില യൂണിവേഴ്സിറ്റികൾ ഏകദേശം സമാനമായതാണെങ്കിലും ഇതുപോലൊരു സംവിധാനം വേറെങ്ങും ഞങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടില്ല. 2-3 ഗുണങ്ങൾ. ഒന്ന്, നമുക്ക് വ്യവസായത്തിന് ആവശ്യമായ സ്ഥലം ഇതിന്റെ ഭാഗമായി ഒരുക്കാൻ കഴിയും. നമുക്ക് സ്ഥലപരിമിതിയിൽ കുറെ സ്ഥലം വെറുതെ കിടക്കും. ഞങ്ങൾ മാപ്പിംഗ് നടത്തി കേരളത്തിലാകെ. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കയ്യിൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാതെ എത്ര സ്ഥലം കിടപ്പുണ്ട്. PSUs, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, അവരുടെ ആവശ്യം കഴിഞ്ഞ് ഉപയോഗിക്കാത്ത സ്ഥലം എത്രയുണ്ട്. പിന്നെ സൊസൈറ്റികൾ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഖാദി സൊസൈറ്റി, ഇവരെല്ലാം ഡിഫങ്ക്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ സ്ഥലം എത്ര ഇപ്പൊ അവൈലബിൾ ആണ്. പിന്നെ റവന്യൂ ലാൻഡ് നമുക്ക് വ്യവസായത്തിന് ഉപയോഗിക്കാവുന്നതുണ്ട്. അത് എങ്ങനെയുണ്ട്? അപ്പൊ ഇങ്ങനെ മാപ്പിംഗ് നടത്തി ഈ ലാൻഡിന്റെ ഒപ്പം. അപ്പോഴാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറേയേറെ ലാൻഡ് പലരുടെയും, പണ്ട് കാലത്തൊക്കെ ഒത്തിരി സ്ഥലം ഉള്ള ക്യാമ്പസ് ഇപ്പൊ അത് വേണ്ട, ആ ലാൻഡ് കൈവശമുണ്ട്. ഈ ലാൻഡ് നമുക്ക് വ്യവസായത്തിന് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ക്യാമ്പസിന്റെ ലാൻഡ് ഉപയോഗിക്കുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ പ്രയോഗമായിരിക്കണം. അതാണ് ഞങ്ങൾ ഒരു മാനദണ്ഡം വെച്ചിട്ടുള്ളത്. ഇതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ശക്തിപ്പെടുത്താൻ സഹായകരായിരിക്കണം. ഇപ്പോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകും. ഇതുപോലെ ഒഴുക്കില്ല. കേരളത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്, എല്ലായിടത്തും ഒഴുകുന്നുണ്ട്. നമ്മളിപ്പോ നാഷണൽ മൊബിലിറ്റി റിപ്പോർട്ട് നോക്കിയാൽ ഓരോ സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് അറിയാം. നമ്മൾ മാത്രമല്ല എല്ലായിടത്തും പോകുന്നുണ്ട്. കേരളത്തിൽ ഇപ്പൊ ഞാൻ കാണുന്ന പ്രവണത, നമ്മുടെ കുട്ടികൾ UK, കുറച്ച് US, പിന്നെ ഓസ്ട്രേലിയ, കാനഡ, ഇതാണ് പൊതു ഡെസ്റ്റിനേഷൻ പോണു. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ, അറബ് കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്. കേരളത്തിൽ ഇപ്പോ 48 രാജ്യങ്ങളിൽ നിന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കൻസ്. കുസാറ്റിൽ ഏകദേശം 32-33 രാജ്യങ്ങളിൽ നിന്ന് അപ്ലിക്കൻസ് ഉണ്ട്.
ഇത് അങ്ങനെ ഒഴുകും. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കാൻ പോകുമ്പോ എവിടെ പോണു? ഹാർവാർഡ്, കേംബ്രിഡ്ജ്, MIT, LSE, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്, അല്ലെങ്കിൽ യേൽ സർവകലാശാല, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാൽ എവിടെ പോണു? UK, കാനഡ, ഏതാ യൂണിവേഴ്സിറ്റി എന്ന് വരെ നോക്കും. ചിലത് ഇവിടത്തെക്കാണ് നിലവാരം കുറഞ്ഞോട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കും സിലബസ് എങ്ങനെയുണ്ട്, എത്ര നോബൽ റേറ്റ് ഫാക്കൽറ്റിയിൽ ഉണ്ടായിരുന്നു, അവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പണ്ട് നോക്കും. ഇപ്പൊ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നത് പാർട്ട് ടൈം എവിടെ കിട്ടും, ഇതാണ്. അപ്പൊ ഒന്ന്, നമ്മുടെ സിലബസ് കരിക്കുലം ഫ്ലെക്സിബിൾ ആയി. ഞാനിപ്പോ ജെൻ എ കോൺക്ലേവിൽ നമ്മുടെ ഹാക്കത്തോണിൽ പങ്കെടുത്ത കുട്ടികൾ വളരെ കോൺഫിഡൻസ് ആണ് കേട്ടോ കുട്ടികൾക്ക്, നല്ല എനർജിയാണ്. അപ്പൊ അവര് IBM കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയോട് ചോദിച്ചു, നമ്മുടെ സിലബസ് എങ്ങനെയുണ്ട്? കുറെ കൊള്ളാം, പക്ഷെ ഇനി മാറാനുണ്ട്. പഴയ പോലെയല്ല, ഇപ്പൊ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെയൊക്കെ പഠനകാലത്ത് അന്ന് പഠിച്ച എഞ്ചിനീയർ ഇപ്പോ CET എന്ന് വന്നാലും നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കണ്ണൂരിൽ വന്നാലും നമ്മുടെ ഡയറക്ടർ എഞ്ചിനീയറിംഗ് കോളേജ്. ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഫസ്റ്റ് സെമ്മിൽ പഠിച്ചൊരു 10-25 കൊല്ലം നിന്നോളൂ. ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യം ലാസ്റ്റ് സെം ആകുമ്പോഴേക്കും ഔട്ട്ഡേറ്റഡ് ആവും. അത്രയും വേഗത്തിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാറുന്നതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫ്ലെക്സിബിലിറ്റി നമ്മുടെ സിലബി, കരിക്കുലം, പെഡഗോജിക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ പ്രസംഗിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ChatGPT കൊടുത്താൽ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ അവർ തരും. എന്താണ് ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്ക്, എന്തെല്ലാം കാര്യം വന്നിട്ടുണ്ട്, എന്താണ് സിഗ്നിഫിക്കന്റ്, എന്താണ് അതിന്റെ ക്രിറ്റിസിസം, എന്താണ്, അവനൊപ്പം കിടന്ന് തരും. പഴയ പോലെയല്ല. അപ്പൊ അത്രയും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതുകൊണ്ടാണ് വളരെ ക്രിയാത്മകമായ നിലപാടുകൾ സ്വീകരിച്ച് നമ്മുടെ 4 ഇയറിലേക്ക് പോയി. സിലബസുകൾ മാറുന്നു. യൂണിവേഴ്സിറ്റി ഇപ്പോൾ KTU ഓണ്ടർപ്രണർഷിപ്പ് പ്രാധാന്യം നൽകിയിട്ടുള്ള അവരുടെ പരിഷ്കരണം വന്നു. നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായി മാറ്റി തീർക്കാനായി വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ പ്രശ്നം എന്താ? ജോലിയും ചെയ്യാൻ പറ്റണം. ഇപ്പൊ ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്കിന്റെ ഞങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാട് ഇതാണ്. ക്യാമ്പസിനോട് ചേർന്ന് ഭൂമി ലഭ്യമാവുന്നിടത്ത് ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്ക്. എന്നാൽ ക്യാമ്പസിന് ആവശ്യമായ ഭൂമി കഴിഞ്ഞിട്ടുള്ള ഭൂമി ആയിരിക്കണം. ഇപ്പൊ AICT അനുസരിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ എത്ര ലാൻഡ് ആവശ്യമാണ്? വാട്ട് ഈസ് എക്സ്റ്റെന്റ് ഓഫ് ലാൻഡ്? ഇപ്പൊ ചിലതൊക്കെ മാറ്റി, ചിലത് വെർട്ടിക്കൽ മതി എന്നൊക്കെ പറഞ്ഞു. പണ്ട് മെഡിക്കൽ കോളേജിക്ക് 25 ഏക്കറായിരുന്നു, ഇപ്പൊ അത് മാറി. പിന്നെ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെ വേണം, ഇപ്പൊ അത് മാറി. എന്നാൽ നമ്മുടെ ഇപ്പൊ വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ടെക്നോളജി മാറിയല്ലോ. UGC സിറ്റിയിൽ, വില്ലേജിൽ വ്യത്യസ്തമാണ് കോളേജ്. അപ്പൊ UGC അനുസരിച്ച് എത്ര ലാൻഡ് വേണം, AICT അനുസരിച്ച് എത്ര ലാൻഡ് വേണം, ആ ലാൻഡ് കഴിഞ്ഞ് നമുക്ക് 5 ഏക്കറിൽ കൂടുതൽ വേണം. ഞങ്ങളിൽ അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു പരിമിതി ഉണ്ട്. അത് അല്ലെങ്കിൽ അതിന്റെ അംഗീകാരം ചിലപ്പോൾ പോയിന്ന് വരും. ഇപ്പൊ AICTയുടെ ചില പുതിയ റെഗുലേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന വ്യവസ്ഥകളുണ്ട്. എന്നാൽ ഇപ്പൊ നമുക്ക് AICT, UGC, ഇനി മെഡിക്കൽ കോളേജിൽ തുടങ്ങാം. മെഡിക്കൽ ഇതിലും പുതിയ ടെക്നോളജി അവരുടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കലുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ ഒരു സംവിധാനം നടത്തി. ഇപ്പൊ ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ടേൺ ഓവറിന്റെ 20% സംഭാവന ചെയ്യുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 2.8% മാത്രമുള്ള കേരളമാണ്. 20% ഓഫ് ദ ടേൺ ഓവർ ഓഫ് ദ മെഡിക്കൽ ഡിവൈസസ് കമ്പനീസ് ഓഫ് ദ കൺട്രി. നല്ല പൊട്ടൻഷ്യലാണ്. നമ്മളിപ്പോ സെപ്റ്റംബർ ബയോകോൺ നടത്താൻ പോവാണ്. കഴിഞ്ഞ വർഷം നടത്തി 2nd എഡിഷൻ. അപ്പോ ആ സ്ഥലം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് ആകാം, എഞ്ചിനീയറിംഗ് കോളേജ് ആകാം, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആകാം, ഗവൺമെന്റ് ആകാം, എയ്ഡഡ് ആകാം, സെൽഫ് ഫിനാൻസിങ് ആകാം, ഏത് കോളേജ് ആകാം. 2.5 ഏക്കർ കൂടുതലാണെങ്കിൽ 2.5 നേരെ നമ്മൾ STF, സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി. അപ്പൊ നിങ്ങൾക്ക് എത്തി നേരെ IT, BT ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, വലിയ ഫാക്ടറി പറ്റിയെന്ന് വരില്ല. അത് കെട്ടിടങ്ങൾക്കകത്ത് പറ്റുമോ? അതിന് 2.5 ഏക്കേഴ്സ്, ഇൻ ബിറ്റ്വീൻ 2.5 and 5 ഏക്കേഴ്സ് ആണെങ്കിൽ STF, സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി. ഞങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഫണ്ട് തരും. റീഇംബേഴ്സ്മെന്റ് ആയിരിക്കും. കാരണം നിങ്ങൾ ഉറപ്പിച്ച് ചെയ്താൽ നമ്മൾ 1.5 കോടി രൂപ വരെ അതിന് എഫ്ലൂമെന്റ് കോമൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടായിരിക്കണം. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒപ്പം ആ ഏരിയ
നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോ സെയിം സ്റ്റാറ്റസ് ആസ് ദ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ പാർക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. പിന്നെ നമ്മൾ ആ പാർക്കിന് വേണ്ടി ഒരു സിംഗിൾ വിൻഡോ ബോർഡ് തരും. അപ്പൊ അവിടെ വരുന്ന ഇൻഡസ്ട്രിക്ക് ആ ബോർഡിന് തന്നെ നിങ്ങൾ വേറെ കയറി ഇറങ്ങാണ്ട. എപ്പോഴാണ് ഉദ്ഘാടനം, അപ്പൊ ഈ 2 നോട്ടിഫിക്കേഷൻ വരും. ഒന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ സ്റ്റാറ്റസ്. ഇത് പ്രൈവറ്റ് ഇൻഡസ്ട്രി പാർക്ക് നമ്മൾ അങ്ങനെ. ഞാൻ ഉദ്ഘാടനത്തിന് പാലക്കാട് ആദ്യത്തെ ഇതിന് പോയപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയാൽ 1 വർഷത്തിനുള്ളെങ്കിലും കിട്ടണം. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് 2ന്റെയും ജിയോ കൊടുത്തു. ഞങ്ങൾ ആ ഇതിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെയും ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇത് 2ഉം തരും. ആർക്കായിരിക്കണം പ്രയോറിറ്റി? അവിടെ ഏത് ഇൻഡസ്ട്രിയാണോ അനുവദനീയമായത് ആ ഇൻഡസ്ട്രി ആയിരിക്കണം. ഇപ്പൊ ചിലടത്ത് റെഡ് കാറ്റഗറി പറ്റില്ല, റെഡ് കാറ്റഗറി ഇല്ല. ഗ്രീനെ പറ്റുള്ളെങ്കിൽ ഗ്രീൻ, ഓറഞ്ച്. സെക്കൻഡ്, ലാൻഡ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആസ് പെർ ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് ആക്ട്സ്. വെറ്റ് ലാൻഡ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല, പ്ലാന്റേഷൻ പറ്റില്ല, CRS ആണെങ്കിൽ പറ്റില്ല. ഇൻഡസ്ട്രിക്ക് പറ്റുന്ന നിയമപ്രകാരമുള്ള ലാൻഡ് ആയിരിക്കണം. ഇപ്പൊ ചിലപ്പോൾ സംശയം വരും, കോളേജിനോട് ചേർന്നില്ല, കുറച്ച് ദൂരെയാണ്, പക്ഷെ കോളേജിന്റെ ഓണർഷിപ്പ് തന്നെയാണോ? വി ക്യാൻ കൺസിഡർ അത് നമുക്ക്. കാരണം ഓണർഷിപ്പ് കോളേജിന്റെ തന്നെ ആയിരിക്കണം. ട്രസ്റ്റിന്റെ എവിടെ ട്രസ്റ്റ് ആണ് കോളേജ് നടത്തുമ്പോൾ ആ ട്രസ്റ്റിന്റെ ലാൻഡ് തന്നെയാണ്. കുറച്ച് ദൂരെയാണ് നല്ലതാ. അത്രയും പ്രശ്നം ഇവിടെ വരില്ലല്ലോ, കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ അത് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. സെയിം ഓണർഷിപ്പ് ആയിരിക്കണം. ഭാവിയിൽ നമുക്ക് വേണേൽ ആലോചിക്കാം, കുറെ കാലം കഴിഞ്ഞത് സ്റ്റെബിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ലീസിന് എടുക്കാന്നുള്ളത് നമുക്ക് അപ്പം ആലോചിക്കാം, ഇപ്പോഴല്ല. അപ്പൊ ലാൻഡ് എങ്ങനെയായിരിക്കണം? ഇത്ര കണ്ടീഷൻസ്. നിങ്ങൾ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം? ഞങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ദ റിസർച്ച് ഔട്ട്പുട്ട് ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർക്ക് നിങ്ങൾ കുറച്ചെങ്കിലും കൊടുക്കണം. ആദ്യം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റിസർച്ച് ഔട്ട്പുട്ട് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. കുറച്ച് സ്ഥലം മതി അവർക്ക്, ഒരു സിസ്റ്റം. അത് നിങ്ങൾ ഒരു ഭാഗം അവർക്ക് കൊടുക്കണം. സെക്കൻഡ്, ദ പ്രൊജക്ട്സ് ഓഫ് ദ ഫാക്കൽറ്റി. ഫാക്കൽറ്റിക്ക് ഒരു പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്ടിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പറ്റുമോ? നിങ്ങളുടെ തന്നെ ആവണമെന്നില്ല, ആ കോളേജിന് തന്നെ ആവണമെന്നില്ല, വേറെ കോളേജിന്റെ ആവാം. നേരത്തെ പറഞ്ഞത് വേറെ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് ഔട്ട്കം ആയിരിക്കും. ഒരു ഇൻഡസ്ട്രി സാധ്യതയുണ്ട്, MG യൂണിവേഴ്സിറ്റി കണ്ടെത്തി, അതിപ്പോ നിങ്ങളുടെ കോളേജിൽ ചെയ്യാം. അതിന് സ്ഥലം കിട്ടിയാൽ ഓക്കെ, നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അതാത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമായിരിക്കില്ല, നമുക്ക് അത്ര റിസർച്ച് ഔട്ട്കം വരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഇത്ര ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷന്റെ പോസിബിലിറ്റീസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ദെൻ അലൂമിനി ഉണ്ടോ? അവർക്കും കുറച്ച് പരിഗണന കൊടുക്കാം. വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് അലൂമിനി ഉണ്ടാവും, അവരൊരു സ്വസ്ഥമായിട്ടൊരു ഇൻഡസ്ട്രിയോട് നടത്തുന്നുണ്ട്. ഇപ്പൊ തിരിച്ചു വരുന്നുണ്ടല്ലോ, അതിന് താല്പര്യം അവർക്ക് കൊടുക്കാം. പിന്നെ അതർ ഇൻഡസ്ട്രീസ് ഓൾസോ. പക്ഷെ ഇറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഏതാണോ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതിനായിരിക്കണം കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ അടിസ്ഥാന കാഴ്ചപ്പാട്. ഇപ്പോ ഏറ്റവും ആവേശകരമായ കാര്യം, 80 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പൊ തന്നെ നമ്മുടെ അടുത്ത് EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നത്. മറ്റത് 27 വർഷം കൊടുക്കുന്നു. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഇപ്പൊ തന്നെ തരൂ എന്ന് വന്ന ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും. നമ്മളൊരു പരിശോധന കൂടി നടത്തും. കാരണം അതിന് നിങ്ങൾ ഇത് പ്രസന്റ് ചെയ്യണം. പ്രൈവറ്റ് ഇൻഡസ്ട്രി പറയുന്നത് കുറച്ച് വ്യത്യാസം അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് NOC വേണം. NOC ഇപ്പൊ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഡയറക്ടർ ഇവിടെ ഉണ്ട്, മിനിസ്റ്റർ ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടത് ഒരു നിശ്ചിത സമയം, ഇപ്പൊ നമ്മൾ നോക്കും, എന്തെങ്കിലും വൈകരണി നിശ്ചിത സമയം കഴിഞ്ഞാൽ ഡീം ടു ബി, അല്ലെങ്കിൽ ഇത്ര കാലത്തിന് ശേഷം കിട്ടിയാൽ മതി എന്ന മട്ടിൽ നമുക്ക് ഒരു കണ്ടീഷൻ വയ്ക്കാം. എന്തായാലും അവർ വളരെ പോസിറ്റീവാണ്, കാരണം എഡ്യൂക്കേഷൻ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ ആ NOC വേണം. പിന്നെ നിങ്ങൾ ഒരു സംയുക്ത കമ്മിറ്റിയുടെ മുൻപിൽ പ്രസന്റ് ചെയ്യണം. പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് പ്രസന്റ് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ ഈ കോളേജ് അടച്ചിട്ട് തുടങ്ങാമെന്ന നോട്ടിലിരിക്കുന്നവരുണ്ടോ? ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് ഇതൊക്കെ വെച്ചിട്ട് അത് നമ്മളങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പണ്ട് പോളിടെക്നിക് അപ്ഗ്രേഡ് ചെയ്യാനാണ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. ഇപ്പൊ വരുന്ന ആവശ്യം എന്താ? എഞ്ചിനീയറിംഗ് കോളേജുകാർ പറയുന്നത് എന്താ?
പോളിടെക്നിക് കൂടി കിട്ടുമെന്ന്. നേരത്തെ പോളിടെക്നിക്ക് എഞ്ചിനീയറിംഗ് ആക്കാൻ പറ്റുമോ, എഞ്ചിനീയറിംഗ് തന്നെ ബിടെക്കിന് എംടെക് പറ്റുമോ, എംടെക്കിന് റിസർച്ചിനപ്പോ ഞങ്ങൾക്ക് റിസർച്ച് സെന്റർ ആയിട്ട് റെക്കഗ്നേഷൻ കിട്ടും. ഇതായിരുന്നു പണ്ടത്തെ ഉത്കണ്ഠ. ഡിമാൻഡ് കുറഞ്ഞു. സർവൈവൽ ഓഫ് ദ ലേസസ് ഫെയർ ആണല്ലോ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കൂടുതൽ വന്നു. അപ്പോ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് മുഴുക്ക് വന്നു. അപ്പോ ഇവിടെ ഒരു ഇത് വരും. പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനല്ല. ഈ എഡ്യൂക്കേഷനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ റെപ്യൂട്ട്, ഈ പ്രശ്നം പറയില്ല ഇത്ര സീറ്റൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മുൻപിൽ ഒരു കത്ത് കിട്ടാൻ വരുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കത്ത് കൊടുത്തിട്ടൊന്നും എല്ലാം കിട്ടുന്നില്ല. പക്ഷെ മാനേജ്മെന്റ് കോട്ടയിൽ അവരുടേതനുസരിച്ച് ഞാൻ എല്ലാ കത്തിലായിരുന്നു ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് യുവർ എസ്റ്റീംഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവസാന വാചകം ഞാൻ എല്ലാത്തിനും ചേർക്കും. കാരണം അവരുടെ മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. ഒത്തിരി വലിയ നിലവാരമുള്ള സ്ഥാപനങ്ങളുണ്ട്, അവർക്കൊക്കെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. എങ്ങനെയാണ് സ്ഥാപനത്തിന്റെ നിലവാരം, അതിനൊരു മാർക്ക് ഉണ്ടാവും. കുട്ടികളുടെ റിസൾട്ട് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്കൊരു പ്രോത്സാഹനം വേണമല്ലോ ഇതിന്റെ ഭാഗമായിട്ട്. അങ്ങനെ നിങ്ങളുടെ ഇത് അംഗീകരിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് ഗവൺമെന്റിനും കൊടുക്കും. അപ്പൊ ഗവൺമെന്റുകാർക്ക് ഞങ്ങൾ കാശ് ആദ്യം തരുമെന്നൊരു ചിന്തയുണ്ടാവും. കാശ് നിങ്ങൾ നേരത്തെ തന്നെ വകുപ്പും എല്ലാമായി ബന്ധപ്പെട്ട് ഒരുക്കിക്കൊള്ളണം. ചെലവായാൽ അപ്പോ വ്യവസായ വകുപ്പ് റീഇംബേഴ്സ് ചെയ്യും. എങ്കിലും യൂണിവേഴ്സിറ്റി സെന്ററുകൾ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, അവർക്കും പരിഗണന ഉണ്ടാവും. മറ്റു കോളേജുകൾക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. മെറിറ്റ് ഈ മാനദണ്ഡങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുക. ഈ വർഷം നമ്മൾ ഇപ്പോ സമ്പദ് വർഷം തുടങ്ങിയിട്ട് ഒരു 25 എണ്ണത്തിന് ഈ വർഷം തന്നെ അനുമതി കൊടുക്കാം എന്നാണ് കരുതുന്നത്. 25 80-ൽ 25 ചലഞ്ചായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. എന്നാൽ കൂടുതൽ മികവുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇരുമ്പുലയ്ക്കല്ലല്ലോ ഇത്. നിങ്ങൾ എല്ലാവരും മികവുള്ള ഒരു 50 എണ്ണം വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ച്, ഞങ്ങൾ ഒരു ഞെരുക്കുള്ളവരാണല്ലോ ഈ ഗവൺമെന്റ്. അപ്പൊ അത് ഒന്നിച്ച് ചിലപ്പോ പമ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ നോക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും. പക്ഷെ ക്വാളിറ്റി നമ്മൾ ആദ്യ വർഷങ്ങളിൽ ഡൈല്യൂട്ട് കോംപ്രമൈസ് ചെയ്യില്ല. കാരണം നമുക്ക് ആദ്യം നമ്മുടെ ഒരു മാതൃക ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഇതാണ് ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഒരു കോൺസെപ്റ്റ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ചരിത്രപരമായ മാറ്റത്തിന് ഇടയാക്കാൻ കഴിയുന്ന ഒരു തീരുമാനമായി ഇത് മാറും എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ പോലെ തന്നെ ഇതും അതിനേക്കാൾ അപ്പുറത്തേക്ക് 2 മേഖലയ്ക്കകത്തും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തന്നെ സഹായകരമാകും. അപ്പൊ നിങ്ങളും മാനേജ്മെന്റുകൾ, ടീച്ചറിംഗ് ഫാക്കൽറ്റി എല്ലാവരും ഈ കോൺസെപ്റ്റ് അതേപോലെ ഉൾക്കൊള്ളണം. പിന്നെ അത് ഇവര് എത്രമാത്രം അത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഞങ്ങളൊരു പ്രൊപ്പോസൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോ സുധീർ ഡയറക്ടർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, മിനിസ്റ്റർ ഓൺലൈനാണ്. ഇപ്പൊ ഒരു IT വിദ്യാർത്ഥി അവിടെ തന്നെ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുന്നു. അത് പാർട്ട് ടൈം ജോലി ചെയ്യണം, അത് ഇതിനകത്തുണ്ട്. അതിനുള്ള പ്രൊവിഷൻ കൊടുക്കണം. ഇപ്പോ യൂണിയൻ ബഡ്ജറ്റിൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ 1 ഇയർ ഇന്റേൺഷിപ്പ് കേട്ടു. IBM വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഫുൾ ടൈം ഇന്റേൺഷിപ്പ് വേണമെന്നാണ്. നമ്മൾ ആദ്യം അന്ന് തന്നെ ഓൺലൈൻ മീറ്റിംഗ് VC-മാരായി വെച്ച് അവർ ആവശ്യം വെച്ചപ്പോൾ തന്നെ ആ ടേബിളിൽ വെച്ച് തന്നെ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് വെച്ച് 6 മാസം ഇന്റേൺഷിപ്പ് കൊടുത്ത് 1 ഇയർ ഇന്റേൺഷിപ്പ് അംഗീകരിച്ചു. ഫുൾ ടൈം 1 ഇയർ ഇന്റേൺഷിപ്പ്. ഇത് ഇന്റേൺഷിപ്പ് അല്ല, ഇത് പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് ചെയ്യാം. ഇന്റേൺഷിപ്പും അവിടെ പ്രോത്സാഹിപ്പിക്കാം. പിന്നെ ഞങ്ങളുടെ പ്രയോറിറ്റി ഏരിയകളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണെങ്കിൽ അവിടെയും ഞങ്ങൾ ഇന്ന മേഖലകളിൽ ഇത്ര ഇൻവെസ്റ്റ്മെന്റിന് മുകളിലുള്ള സ്ഥാപനങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ എടുക്കുന്ന ഫ്രഷ് റിക്രൂട്ട്മെന്റിന് ഒരാൾക്ക് 5000 രൂപ വെച്ച് നമ്മൾ നൽകും. ലോക്കൽ എംപ്ലോയ്മെന്റ് ഒരു ഈ 22 പ്രയോറിറ്റി സെക്ടറിൽ സ്ഥാപനം, അവിടെ നിങ്ങൾ ലോക്കലായിട്ട് തന്നെ ആളെടുക്കുന്നു. നമ്മൾ ലോക്കൽ സംവരണം കൊടുക്കില്ല, റിസർവേഷൻ കേരള മലയാളിക്ക് മാത്രമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 5000 രൂപ അവർക്ക് ആദ്യത്തെ 3 വർഷത്തെ 12 മാസം ഫസ്റ്റ് 1 ഇയർ നമ്മൾ മാസം 5000 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കും. ബാക്കി നിങ്ങൾ കൊടുത്തോളണം. നിങ്ങൾ പറഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയാണ് അവര്. ഞങ്ങളുടെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. അത് ഹയർ എഡ്യൂക്കേഷൻ അവസാനം അംഗീകരിക്കേണ്ടത്. ഒരു പോളിമർ ടെക്നോളജി സ്റ്റുഡൻസ് റബ്ബർ കമ്പനി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിലുണ്ട്, വർക്ക് ചെയ്യുന്നു. വേജ് അവർലി
വേജ് കിട്ടുന്നു, അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് കിട്ടുന്നു. പോളിമർ ടെക്നോളജി പഠിക്കുന്ന കുട്ടി റബ്ബർ ടെക്നോളജിയിലാണ് ജോലി ചെയ്യുന്നത്. സെയിം. അപ്പോ ഹൗ മെനി അവേഴ്സ്, എത്ര മണിക്കൂർ അവിടെ ജോലി ചെയ്യുന്നു? ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് അത് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ. ഞങ്ങളുടെ കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്, അവർ ഫൈനലൈസ് ചെയ്തത് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടതാണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ കുറെ കൂടി പൊട്ടൻഷ്യലായി. കമ്പ്യൂട്ടർ പഠിക്കുന്നു, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് ഒരു IT കമ്പനി, സോഫ്റ്റ്വെയർ കമ്പനി, അവിടെ ഈ കുട്ടി പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. ഒരു വർഷം ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു. അതിന് ഫോർമുല ഉണ്ടാക്കണം. അവരനുസരിച്ച് ഇത്ര മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു. നമ്മളിപ്പോ സംഗീതത്തിന് കൊടുക്കും, സ്പോർട്സിന് കൊടുക്കും, ഒപ്പം ഇതിനും കൊടുക്കണം. ഇങ്ങനെ അതുകൂടി വന്നാൽ അവർ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഭയങ്കര പാത്ത് ബ്രേക്കിംഗ് ആയിരിക്കും. അപ്പോ പിന്നെ കുട്ടികളൊന്നും വിദേശമൊന്നും പോലും ഇത്രയും നല്ല സ്ഥലം ലോകത്ത് താമസിക്കാൻ വേറെ ഇല്ലെന്ന്, കേരളം പോലെ. നമ്മുടെ പല ഘടകങ്ങളാലാണ് ഇന്ത്യയുടെ അന്തരീക്ഷത്തിലും ചെറിയ ചെറിയ മാറ്റം പറഞ്ഞുകൊണ്ട് നേരത്തെ കഴിഞ്ഞൊരു 3-4 വർഷം നോക്കി സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കുന്നൊരു എണ്ണം കൂടിയിരുന്നു. അതൊക്കെ കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഞങ്ങളുടെ ED ക്ലബ്ബുകൾ, അത് നിങ്ങളുടെ കോളേജിലുണ്ടോ എന്ന് ഞങ്ങൾ നോക്കും ഇത് തരുമ്പോ. അല്ലെ, നമ്മുടെ ED ക്ലബ്ബുകൾ ഞങ്ങൾ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 12 അവരെന്ന് വിളിക്കുകയാണ്. ടീച്ചേഴ്സ് ഇൻചാർജ്, അല്ലെ, കോർഡിനേറ്റേഴ്സ്. എല്ലാ കോളേജിലും സ്കൂളിലും നമുക്ക് ED ക്ലബ്ബുകളുണ്ട്. അവരെയും കൂടി ഒന്ന് ഉഷാറാക്കണം ഈ പദ്ധതി. അപ്പൊ ഞങ്ങൾ കൊച്ചിയിൽ എല്ലാ കോളേജുകളിലും ED കോർഡിനേറ്റേഴ്സിന് വിളിക്കുന്നുണ്ട്. എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്നതിനപ്പുറത്താണ് കുട്ടികൾ കാണുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച കുട്ടികളിലെ ജെൻ റോബോട്ടിക്സ് ഇപ്പൊ 400 പേര് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാണ്. 300 പേരെടുത്ത് പാലക്കാടോട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ കണ്ട കമ്പനി ഇവിടുന്ന് എഞ്ചിനീയറിംഗ് റാങ്ക് കിട്ടിയ കുട്ടിയാണ്. അവർ ഫൗണ്ടറായി തുടങ്ങി. ഇപ്പോ മൈക്രോസോഫ്റ്റ് കുറെ ചെയ്ത് ഇയോൺ മസ്കിന്റെ പ്രധാനപ്പെട്ട സംവിധാനം കൊച്ചി ഇവിടെ തുടങ്ങുകയാണ്. ഇന്റർനാഷണൽ കമ്പനികൾ ഇപ്പോൾ വന്നു. IBM വന്നു, അതുപോലെ പ്രധാനപ്പെട്ട കോഗ്നിസന്റ് വന്നു, ഇവിടെ സഫ്രാൻ വന്നു, DSpace വന്നു, ഇനി വെൻഷർ വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സിക്രോൺ പ്രധാനപ്പെട്ട ഹിസ്റ്റോൺ അവരുടെ കൂടെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വലിയ കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ മേഖല നിങ്ങൾ ചെറിയ സ്ഥാപനങ്ങളായിരിക്കും. ഇവിടെ MSME, നമ്മുടെ ഇയർ ഓഫ് എന്റർപ്രൈസസ്, 3 വർഷം ഇപ്പോ 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെയാണ്. 2,20,000-ലധികം പുതിയ MSMEകൾ വന്നു. അപ്പൊ ചിലർ എത്ര ഉണ്ടോ? ഇപ്പൊ നമ്മളെല്ലാം ജിയോ മാപ്പിംഗ് നടത്തി. നമ്മുടെ എക്സിക്യൂട്ടീവ് എല്ലാ പഞ്ചായത്തിലും നിങ്ങൾക്ക് അവരുടെ സഹായം കിട്ടും. എല്ലാ പഞ്ചായത്തിലും വ്യവസായ വകുപ്പിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഹാൻഡ്, അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടോ എന്തൊക്കെ ചെയ്യും, ഒരു ഹാൻഡ് ഹോൾഡ് സർവീസ് അത് ഉറപ്പുവരുത്തിക്കൊള്ളണം. എല്ലാ പഞ്ചായത്തിലും ഒരാളുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ തുടക്കം തന്നെ ഇപ്പൊ പഴയ പോലെയല്ല. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. നിങ്ങളെ ഒരു പലതവണ ഒന്ന് കണ്ടിട്ടുണ്ടാവും. താല്പര്യമുണ്ടോ? നേരത്തെ ഇങ്ങോട്ട് വന്നാൽ നോക്കാമെന്നായിരുന്നു. ഇപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി സംരംഭങ്ങൾ കൊണ്ടുവന്നുള്ളതാണ്. പിന്നെ കണ്ണടകളൊക്കെ മാറ്റി കൊടുത്തു. നല്ല പവറുള്ള കണ്ണടകൾ ഓഫീസേഴ്സ്. നേരത്തെ സംശയത്തിന്റെ കണ്ണടയായിരുന്നു. നമ്മളെ പറ്റിക്കാനാണോ വന്നത്? ഇപ്പൊ അതൊക്കെ മാറ്റി ട്രസ്റ്റിന്റെ പുതിയ ബ്രാൻഡുള്ള കണ്ണട കൊടുത്തു. വിശ്വാസത്തിന്റെ കണ്ണട. ചിലർ തട്ടിപ്പോയ കൂട്ടത്തിലുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ സ്കീമൊക്കെ അത് വളരെ അപൂർവമാണ്. അത് എല്ലാത്തിനും ഉണ്ടാവും. വിശ്വാസത്തോടെ സമീപിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായി സംരംഭക സമൂഹത്തിൽ നല്ല ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക. കോളേജുകളുടെ സിലബസുകളും യൂണിവേഴ്സിറ്റി ചിലതിൽ ഓട്ടോണമസ് ആണ്. ഓട്ടോണമി അക്കാഡമിക് ഓട്ടോണമി കൃത്യമായിട്ട് വേണം. അതിന് പുതിയ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ. അത് ഫീസ് നിശ്ചയിക്കുന്ന സ്വാതന്ത്ര്യം മാത്രമായിട്ട് ചുരുങ്ങരുത്. ചിലർ അങ്ങനെയാണ്. ഞങ്ങൾക്ക് നിശ്ചയിക്കല്ല. നിങ്ങൾ അക്കാഡമിക് ഫിനാൻഷ്യൽ ഓട്ടോണമി ആൻഡ് അക്കാഡമിക് ഓട്ടോണമി പ്രധാനമായിരിക്കണം. അത് ഓരോ സ്ഥാപനവും അതിനാണ് നിലവാരം. ഇപ്പോ ഇതിൽ സയൻസിൽ മാത്രമല്ല, ആർട്സിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഫിൻടെക്, എഡ്യൂടെക് ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങാം. ഇപ്പൊ എക്കണോമിക്സുകാർക്ക് അവസരം കിട്ടും, കോമേഴ്സുകാർക്ക് അവസരം കിട്ടും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സൈക്കാട്രിയാണ്. സൈക്കോളജി ആൻഡ് സൈക്കോളജിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിമാൻഡ്. അതിനും ചില സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഓൺലൈൻ വെച്ച് AI വെച്ച് എന്തൊക്കെ ചെയ്യാം. അവ എല്ലാ മേഖലയുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റാർട്ടപ്പ്
അല്ലെങ്കിൽ ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് മാത്രം മാനുഫാക്ചറിംഗ് മാത്രമാണെന്ന് കരുതേണ്ടതില്ല, അല്ലെങ്കിൽ IT മാത്രമാണെന്നല്ല. ആർട്സ് ആൻഡ് സയൻസിലും സാധ്യതകളുണ്ട്. പുതിയ പുതിയ സാധ്യതകൾ, ഏറ്റവും കൂടുതൽ വരുന്ന ഡിമാൻഡ് വരുന്ന ഒരു മേഖലയായിട്ട് അത് മാറുന്നുണ്ട്. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക. നമുക്ക് ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഈ ഫിനാൻഷ്യലി എത്തേണ്ട ഈ സാമ്പത്തിക വർഷം തന്നെ എത്തുന്നതിന് കഴിയണം. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വ്യവസായ വകുപ്പിന്റെ നന്ദിയെ കൂടി രേഖപ്പെടുത്തി മറ്റു കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഉറപ്പ് കൂടി നൽകി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി സർ. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അവർകൾ കാസർഗോഡ് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നമ്മോടൊപ്പം വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുന്നതിൽ അസൗകര്യമുണ്ട്. ക്യാമ്പസ് പാർക്ക് ഓൺലൈൻ പോർട്ടൽ ലോഞ്ച് ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി P. രാജീവ് അവർകളോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.